ഹലോ, നമ്മുടെ ഫേവറേറ്റ് പിസയുടെ ഉള്ളിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാമായ ജേക്കബ് ജോൺ ചേട്ടനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ജേക്കബ് ചേട്ടൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി, എവിടേക്കാണ് ഇതുള്ളത്, ആദ്യം തുടങ്ങിയത് എവിടെയാണ്, എന്താണ് ഇവിടെ വന്ന് കഴിക്കാനുള്ള ഒരു കുറച്ച് കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മുടെ ജേക്കബ് ചേട്ടൻ. നമ്മളെല്ലാവരും ജോയിച്ചൻ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ജോ എന്നാണ് വിളിക്കുന്നത്. നമസ്കാരം, ഞാൻ ജേക്കബ് ജോൺ, ഫേവറേറ്റ് പിസ്സ പേട്ട കൊച്ചി ഓണറാണ്. ഇത് എന്നാണ് നമ്മുടെ എറണാകുളത്തേക്ക് എക്സ്പാൻഡ് ചെയ്തത്? മറ്റേ സ്ഥാപനത്തെ പറ്റി നമുക്ക് പറയാം. ഇപ്പം ഇവിടെ തുടങ്ങിയിട്ട് 4 മാസം കഴിഞ്ഞു. ഫെബ്രുവരി ലാസ്റ്റിലാണ് ഓപ്പൺ ചെയ്തത്. ആദ്യം തുടങ്ങിയത് ഏറ്റുമാനൂരാണ് അല്ലേ? ഏറ്റവും ഫേവറേറ്റ് പിസ്സയുടെ ഫസ്റ്റ് ഷോപ്പ് എന്ന് പറയുന്നത് കോട്ടയം കഞ്ഞിക്കുഴിയിൽ 2008 തുടങ്ങിയതാണ്. ഓക്കെ. 2000 അതിനുശേഷം പിന്നീട് തിരുവല്ല ഉണ്ട്, ഇപ്പം ബ്രാഞ്ചുണ്ട്. കോട്ടയം തന്നെ ചാലൂന്നിലുണ്ട്, പിന്നെ ഏറ്റുമാനൂരുണ്ട്, അടൂരുണ്ട്. ലേറ്റസ്റ്റ് ആണ് എറണാകുളം അടൂർ വൈറ്റ് ഫോർട്ട് ഹോട്ടലിൽ. ഓക്കെ. എറണാകുളത്ത്, പിന്നീട് അടൂര്, കോട്ടയത്ത് 3 തിരുവല്ലയിലും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ പിസ്സ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് വരാനുള്ള കാര്യം എന്താണ്? നമ്മുടെ എന്താണ് അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യം എന്തെങ്കിലും ഉണ്ടോ? ഒരു വെറൈറ്റി ഫുഡ്, നല്ല ഫുഡ്, ഹെൽത്തി ഫുഡ്. ഓക്കെ. ഫ്രഷ്ലി കുക്ക്ഡ് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് ഫേവറേറ്റ് പിസ്സയുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് കിച്ചൺ കയറി കാണുകയും ചെയ്യാം. പിന്നീട് മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ള പിസ്സ ഷോപ്പിൻ്റെ ഓണേഴ്സിനെ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഡൊമിനോസിൻ്റെ ഓണറിനെ കാണാൻ പറ്റത്തില്ല, പിസ്സ ഹട്ടിൻ്റെ ഓണറിനെ കാണാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കിവിടെ ഇദ്ദേഹത്തെ നമുക്ക് കാണാൻ പറ്റും. ഇദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് തുടങ്ങിയതാണ്. ബട്ട് ഇറ്റ്സ് ഗോയിങ് വെരി വെൽ. നമുക്ക് കിച്ചണിലേക്ക് ഒന്ന് കയറാം. കുറച്ച് സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് കാണുകയും ചെയ്യാം. ഫേവറേറ്റ് പിസ്സയുടെ കിച്ചണിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അപ്പോൾ കിച്ചൺ ജസ്റ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ 18 തരത്തിലുള്ള നോൺ വെജ് പിസ്സാസാണുള്ളത്. അപ്പോൾ അതിൽ ചിക്കൻ വരുന്നുണ്ട്, ബീഫ് വരുന്നുണ്ട്, പിന്നീട് എന്തൊക്കെയാണ് വരുന്നത്, ഫിഷ് വരുന്നുണ്ട്, പ്രോൺസ് വരുന്നുണ്ട്, പിന്നെ സാൽമൺ ഫിഷ് ഇതിൻ്റെ ഇത്രയും വരുന്നുണ്ട്. പിന്നെ ട്യൂണ ഫിഷും കൂടി ഇൻക്ലൂസ് ചെയ്യാൻ പോകണം. ഓക്കെ. അപ്പോൾ അത് കൊള്ളാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വെജിറ്റേറിയൻ ഒരു 9ഓളം പിസ്സാസ് വേറെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബ്രെഡ് മുതൽ ഇവിടെ ഓർഡർ കിട്ടിയതിന് ശേഷം മാത്രമേ ഇവർ പ്രിപ്പയർ ചെയ്യത്തുള്ളൂ. എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവർ എന്ത് കാര്യങ്ങളായാലും തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാം ഫ്രഷ് വെജിറ്റബിൾസ് ആണ്. മറ്റ് പിസ്സ ഔട്ട്ലെറ്റ്സ് പോലെ അവർ ഫ്രീസ്ഡ് സാധനങ്ങളോ അല്ലെങ്കിൽ ചിൽഡ് സാധനങ്ങളോ അല്ല യൂസ് ചെയ്യുന്നത്. എല്ലാം വളരെ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് എപ്പോഴാണോ ഓർഡർ കിട്ടുന്നത് ആ സമയത്താണ്. അവർ കുക്കിംഗ് ടൈം അവർ പറയുന്ന ഒരു 12 to 15 മിനിറ്റ്സ് ആണ്. പക്ഷേ 12 to 15 മിനിറ്റ്സ് അവർ അത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏതാ മെക്സിക്കാനോ പിസ്സ. ഓക്കെ. അപ്പോൾ ഇവിടെ 3 തരത്തിലുള്ള സൈസ് കിട്ടുന്നുണ്ട്. ഒന്ന് നമുക്ക് ഏറ്റവും ചെറിയ പിസ്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ഇഞ്ച് അല്ലേ? 8 ഇഞ്ച് ഡയമീറ്ററിൻ്റെ പിസ്സയുടെ വുഡൻ ഇതിലാണ്. പിന്നീടുള്ളത് ഒരു മീഡിയം സൈസ്, അതായത് ഒരു 10 ഇഞ്ച് വരുന്നുണ്ട്. മൂന്നാമത് വരുന്നത് ഏറ്റവും വലുത് വരുന്നത് 12 ഇഞ്ച്. അതിനെന്താണ് ലാർജ് എന്ന് പറയുന്നില്ലേ? ഓക്കെ. അപ്പോൾ സ്മോൾ, മീഡിയം, ലാർജ്. അപ്പോൾ 8 ഇഞ്ച്, 10 ഇഞ്ച്, 12 ഇഞ്ച്. അപ്പോൾ അത് ഏതാ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയിട്ട്. പിന്നെ ഞാൻ കണ്ട എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫാമിലിയിൽ പകുതി ആൾക്കാർക്ക് മതി നോൺ വെജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പകുതി, അതായത് ഹാഫ് പോർഷൻ അവർ വെജിറ്റേറിയനും ഒരു സൈഡിൽ മറ്റേ സൈഡിൽ നോൺ വെജും അങ്ങനെയൊക്കെ ചെയ്തു തരാൻ വേണ്ടിയിട്ടുള്ള ഏത് തരത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് അവർ ചെയ്ത് കസ്റ്റമൈസേഷൻ മാക്സിമം ഉള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ നമുക്ക് ഒരു മെക്സിക്കാനോ പിസ്സ ഉണ്ടാക്കുന്ന ഒരു രീതി നമുക്ക് പെട്ടെന്നൊന്ന് കാണാം.
ജാലപിനോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. ഹാലോപിനോ എന്നാണ് ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ വരുന്നത്. പക്ഷേ ജെ ആണ്, JALAP എന്നോ. അതൊരു ചില്ലിയാണ്. ചില്ലി നമ്മുടെ നാട്ടിൽ കിട്ടുന്നൊരു മുളകല്ല, പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഒരു മുളകാണ്. അപ്പം അത് ഫ്രഷ് ആയിട്ട് ഒരു കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് ഒലിവ്സ്, പിക്കിൾഡ് ഒലിവ്സ് അല്ലേ? പിക്കിൾഡ് ഒലിവ്സ്. ഇത് ഓണിയൻ, പെപ്പറോണി, മഷ്റൂം, ചോപ്ഡ് മഷ്റൂം, നമ്മുടെ ക്യാപ്സിക്കം. ഓക്കെ, അപ്പോൾ വെജിറ്റബിൾസ് അവർ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവർ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 5 തരത്തിലുള്ള കട്ടിംഗ് ബോർഡ്സ് ആണുള്ളത് കേട്ടോ. പല കളേഴ്സ് ഉണ്ട്. അപ്പോൾ പല കളേഴ്സും പല ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പച്ച. മീറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെഡ് കളറാണ്. അപ്പോൾ അവർ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇവിടുത്തെ ഹൈജീൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ മീറ്റ്, ഇനിയിപ്പോൾ ചിക്കനാണ് അവർ നോക്കുന്നത്. ഒരു ചിക്കൻ ഒന്ന് ജസ്റ്റ് സോത്തേ ചെയ്യാൻ വേണ്ടിയിട്ട് പാന് ഓണാക്കിയിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഗാർലിക് പേസ്റ്റ്, പെപ്പർ പൗഡർ, ഒറിഗാനോ, കുറച്ച് ഉപ്പ് ആവശ്യത്തിന്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ചിക്കൻ സോത്ത് ചെയ്യാനായിട്ട് താഴെ വെക്കേണ്ട ബ്രെഡ് ഇതാണ്ട് അവരുണ്ടാക്കുകയാണ്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഇപ്പോൾ ഷെഫ് ഇവിടെ ഉണ്ടാക്കുകയാണ്. എല്ലാം ഹാൻഡ് മെയ്ഡാണ് കേട്ടോ. അതുകൊണ്ട് മറ്റ് പിസേർ ആ ഒരു ഷേപ്പ് ഒന്നും ഇതിനകത്ത് ഒരു ഘടകമായിട്ട് എടുക്കരുത്. പക്ഷേ ആ ഒരു ക്ലെൻലിനെസ് അതാണ് നോക്കേണ്ടത് അല്ലേ? നല്ല ഷേപ്പിൽ തന്നെ കിട്ടും. റോളർ വെച്ചത് നന്നായിട്ട് പ്രസ് ചെയ്യാണ്. കട്ട് ചെയ്തെടുക്കാം അല്ലേ? ഞാൻ വിചാരിച്ചത് പരത്തി വരുമ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടത്തില്ല. ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് കൊള്ളാം. നല്ല പരിപാടിയാണ്. നല്ല ഷേപ്പായി. നമുക്ക് ഇതിൻ്റെ ബേസിലേക്ക് നമുക്ക് ടൊമാറ്റോ പ്യൂരി ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന സോസ് ഒഴിക്കാം. ഓക്കെ, ഫ്രഷ് ടൊമാറ്റോ. എൻ്റെ ഷെഫ് നല്ല ദോശ ചുടുന്ന പോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. ദോശ ചുട്ടെടുക്കുന്ന പോലെ എടുക്കുന്നുണ്ട്. മുകളിലേക്ക് ചീസ്, ഗ്രേറ്റഡ് ചീസ്. അത്തപ്പം ഇടുന്ന പോലെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ഫ്രഷ് വെജിറ്റബിൾസ്.
നമ്മളതിലേക്ക് നേരത്തെ നമ്മൾ സോത്ത് ചെയ്ത ചിക്കൻ ആഡ് ചെയ്യണേ. നോർമലായിട്ടുള്ള പിസയ്ക്ക് ആഡ് ചെയ്യുന്ന ചീസാണ്. ഇപ്പോൾ അത് സാധാ കിട്ടുന്ന ഒരു കടയിലേക്കാളും കൂടുതൽ പിസ് ചീസ് ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചീസ് എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ ചീസ് ബേസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് എക്സ്ട്രാ ക്വാണ്ടിറ്റി ചീസ് ഇതിൻ്റെ മുകളിൽ ഇടുന്ന തരത്തിലുള്ളതുമുണ്ട്. 3 ഓപ്ഷൻസും അവൈലബിൾ ആണ് കേട്ടോ. അത് പ്രീ ഹീറ്റ് ആണ് അല്ലേ? ടെമ്പറേച്ചർ 240 250 ടെമ്പറേച്ചർ 250 അതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി 20 മിനിറ്റ്സോ 10 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ഇനി 10 മിനിറ്റ്സ്. ഓക്കെ, നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. മെക്സിക്കാനോ ചിക്കൻ മെക്സിക്കാനോ അല്ലേ? ആ, കാണാൻ തന്നെ എന്നാ രസമാണ് നോക്കി. സാധനം റെഡി ആയിട്ടുണ്ട്. നമ്മൾ കിച്ചണിൽ നിന്ന് റെഡിയാക്കി എടുത്താണല്ലോ. അപ്പോൾ ഇത് എനിക്ക് കഴിച്ചു തീർക്കാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. നിങ്ങളും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ആ, ഒരു പോർഷൻ സെർവ് ചെയ്തോ. ഓക്കെ, അപ്പോൾ നമ്മുടെ മെക്സിക്കാനോ പിസ്സ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, എനിക്ക് കുറച്ച് എരിവ് താല്പര്യമുള്ളതുകൊണ്ട് ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോയും സോൾട്ട്, പെപ്പർ, സോസ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ കഴിച്ചോളാം. ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ടൊമാറ്റോ, ഹാലിപ്പിനോടൊക്കെ ഇരിപ്പുണ്ടോ? ചിക്കൻ നമ്മുടെ ഷെഫ് ചെയ്ത് തരുന്നുണ്ടല്ലോ. ആ സോത്ത ചെയ്തപ്പോഴത്തേക്ക് തീയൊക്കെ കയറ്റിയിട്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നേരെ ഫേവറേറ്റ് പിസ്സ പേട്ടയിലേക്ക് വന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് മാത്രമല്ല, ഒരുപാട് ഐറ്റംസ് നമ്മുടെ സുഹൃത്തുക്കൾ തൊട്ടടുത്ത ടേബിളിൽ നിന്ന് കഴിക്കുന്നുണ്ട്. ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഓക്കെ, മെനു ഇതിലേക്ക് ഡിസ്പ്ലേ ചെയ്യാൻ കൊടുത്തിരിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ കടയുടെ ഫുൾ ഡീറ്റെയിൽസും കൊടുത്തേക്കാം. കോൺടാക്ട് നമ്പറും വരേണ്ട ലൊക്കേഷൻ, ഗൂഗിൾ ലൊക്കേഷനും കൂടെ ഞാനിതിലേക്ക് ഷെയർ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത് ചൂട് പോകുന്നതിന് മുമ്പ് ഞാനൊന്ന് കഴിക്കട്ടെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സാണ്. പേരെന്തായിരുന്നു? അഭിരാം. പേര് ഭദ്ര. ഓക്കെ, എവിടെ വീട്? ഇവിടെ തന്നെയാണ്. കലൂർ. ഓക്കെ. അപ്പോൾ ഇവിടെ ഞാൻ കോച്ചിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കയറാറുണ്ട്. ഫാമിലി ആയിട്ട് വന്നതാണ്. ഓക്കെ. സിസ്റ്ററാണ്. പാസ്തയും ഒരു പിസ്സയും അല്ലേ? ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടോ? എങ്ങനെയുണ്ട് ഇവിടുത്തെ? എനിക്ക് ഇഷ്ടമാണ്. ചേച്ചിക്കാണ് കൂടുതൽ പിസ്സ ഇഷ്ടം. ആണോ? പിസ്സ പാസ്തയെ കൂടുതൽ ഇഷ്ടമാണ്. ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. ഓക്കെ, ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഹാവ് ഇറ്റ്, എൻജോയ്. താങ്ക് യു.